ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ രസകരമായൊരു കവിതയാണ്. ചെമ്മനം ചാക്കോ എഴുതിയ റൈസ് എന്ന കവിത പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ്. ഈ കവിത നമ്മുടെ സമൂഹത്തിലും കാർഷിക മേഖലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. കവിതയിലെ പ്രധാന കഥാപാത്രം 4 വർഷം നോർത്ത് ഇന്ത്യയിൽ ഗവേഷണം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിവരുന്ന ഒരു യുവാവാണ്. ഉമികൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് ഇയാൾക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത്. ദിവസവും ചപ്പാത്തി കഴിച്ചു മടുത്തതുകൊണ്ട് നാട്ടിലെത്തിയാൽ വയറു നിറയെ അതികിര അരിയുടെ ചോറുണ്ണാൻ അയാൾ അതിയായി ആഗ്രഹിക്കുന്നു. നാട്ടിലെത്തുമ്പോൾ പഴയകാല ഓർമ്മകളാണ് അയാളുടെ മനസ്സിൽ. അച്ഛൻ കനാലിന്റെ അടുത്തുള്ള പാടത്ത് കൈത്തറി മുണ്ട് ധരിച്ചു നിൽക്കുന്നുണ്ടാകും. നിലമുഴുന്നതിന്റെ ശബ്ദങ്ങൾ കേൾക്കാം. അമ്മ നന്നായി വേവിച്ച ചോറ് ഊറ്റിയെടുക്കുന്ന സമയത്തായിരിക്കും താൻ വീട്ടിലെത്തുക എന്നും അയാൾ ചിന്തിക്കുന്നു. അതുകൊണ്ടുതന്നെ എത്രയും വേഗം വീട്ടിലെത്താനായി ട്രെയിൻ കുറച്ചുകൂടി വേഗത്തിൽ ഓടിയിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നാട്ടിലെത്തിയപ്പോൾ അയാൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളാണ്. പണ്ട് നെൽവയലുകളായിരുന്നിടത്ത് ഇപ്പോൾ റബ്ബർ മരങ്ങളാണ്. നിലമുഴുന്നതിന്റെയോ ആളുകളുടെയോ ബഹളമില്ല. ആ വയലുകൾക്ക് പകരം അവിടെ റബ്ബറും അടക്കയും ഡീൽവുഡ് മരങ്ങളും വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. ഈ മാറ്റങ്ങൾക്ക് കാരണമെന്താണെന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ അഭിമാനത്തോടെ പറയുന്നു, "നമ്മൾ നെൽകൃഷി നിർത്തി. അത് വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. ലാഭത്തിനു വേണ്ടി നെൽകൃഷി ചെയ്യുന്നവർ വിഡ്ഢികളാണ്. റബ്ബർ കൃഷിയാണിപ്പോൾ മെച്ചം. നെൽവയലുകളില്ലാത്തവർക്ക് സർക്കാർ സൗജന്യമായി അരി നൽകുന്നുണ്ട്." കവിതയുടെ അവസാനം ചോറുണ്ണാൻ ആഗ്രഹിച്ചു വരുന്ന നായകനെ അവന്റെ അനുജൻ വരവേൽക്കുന്നു. അവന്റെ കൈവശം റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പാണുണ്ടായിരുന്നത്. നമ്മുടെ സംസ്ഥാനം ആവശ്യത്തിന് അരി ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ട് കൂടുതൽ ധാന്യങ്ങൾക്കായി കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി വിമാനം കയറിപ്പോകുന്നതും കവിതയിൽ പറയുന്നുണ്ട്. അങ്ങനെ സ്വന്തം നാട്ടിൽ അരിയില്ലാത്തതുകൊണ്ട് കേന്ദ്രത്തെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയെ കവി വളരെ ആക്ഷേപഹാസ്യപരമായി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നു. ഇതാണ് ഈ കവിതയുടെ പ്രധാന ആശയം. ഇനി നമുക്ക് ഇതിലെ പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്യാം.